എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മറ്റൊരു പ്രധാന വിഷയമാണ്. ഇപ്പോൾ 19-ാം തീയതി വയനാടിൽ ഹർത്താലാണ്. UDF LDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് വിഷയം? വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ ധനസഹായം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പരാതി വിഷയവും ഒരു വിവാദ വിഷയമായി കിടക്കുന്നു. എല്ലാ ചാനലുകളും പത്രങ്ങളും മാധ്യമങ്ങളെല്ലാം വളരെ ഗൗരവമായി ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്ന്, 2005 നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടായത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. അതുണ്ടാവാനുള്ള കാരണം 2004 നമ്മുടെ സുനാമിയും കൂടെ വന്നപ്പോഴാണ് അങ്ങനെ ഇത് തുടങ്ങാൻ കാരണം. പിന്നെ കടൽ തീരത്തെക്കുറിച്ചുള്ള പഠിക്കാൻ വേണ്ടിയുള്ള പിന്നെ കോസ്റ്റൽ ഏരിയയും കടലിനെയും കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി 2005. അപ്പോൾ അത് കഴിഞ്ഞ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നു. അത് പാർലമെന്റിൽ പാസ്സാക്കി. എല്ലാ സ്റ്റേറ്റിലെ അസംബ്ലികളിലും അത് റെഫർ ചെയ്തു. അങ്ങനെ അത് പാസ്സാക്കി. പക്ഷേ ആ ആക്ടിൽ നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിക്കുന്ന പ്രൊവിഷൻ ഇല്ല. അപ്പോൾ പക്ഷേ അന്ന് 2005 20 വർഷം കഴിഞ്ഞു. 2025 20-ാമത്തെ വർഷമാവും. തീർച്ചയായിട്ടും നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ നല്ല ചർച്ച നടക്കട്ടെ. അതൊരു കുറവാണെങ്കിൽ അത് കൊണ്ടുവരട്ടെ. രണ്ടാമത്, 2009 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഉണ്ടായി. ആ പോളിസിയിലാണ് 3 ലെവലിൽ പറയുന്ന കാര്യം. ഇതും പലരും പറയാറുണ്ട്, ലെവൽ 3 പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപനമല്ല ഉള്ളത്. ശരിക്കും ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ലെവൽ 1 ഡിസ്ട്രിക്റ്റിന് തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അല്ല സ്റ്റേറ്റ് കൈകാര്യം ചെയ്യേണ്ട ഒരു മാഗ്നിറ്റ്യൂഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ, അതിനൊരു വലിപ്പം ഉണ്ടെങ്കിൽ അതിന് ലെവൽ 2 ആയിട്ട് നമ്മൾ കണക്കാക്കും. സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്നില്ല, സൈന്യവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലെവൽ 3. ഇപ്പൊ ലെവൽ 3 ആൾറെഡി കൺസിഡർ ചെയ്തിട്ടാണ് സെൻട്രൽ ഗവൺമെന്റിന് സൈന്യവും ബൈലിപ്പാലും ഒക്കെ വന്ന് കെട്ടിത്തന്നത്. ലെവൽ 3 എന്ന് കൺസിഡർ ചെയ്തിട്ടാണ്. പക്ഷെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഭാഗത്ത് അങ്ങനെ ഒരു കൺസിഡറേഷൻ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ 2005-2010 കാലയളവിൽ 10-ാം ധനകാര്യ കമ്മീഷൻ ഒരു ശുപാർശ വെച്ചു. എന്താണ് ശുപാർശ? നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സീവിയർ ആയിട്ട് നാഷണൽ കലാമിറ്റി ഓഫ് സീവിയർ ഇൻ നാച്ചർ, അതായത് സീവിയർ ആയിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു കലാമിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം. സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ ഫണ്ട് കൊണ്ട് മാത്രം നിൽക്കില്ല എന്നൊരു കൺസെപ്റ്റ് വെക്കുകയും അങ്ങനെ അത് ഒരു എന്താണ് പറയുക കണ്ടിജൻസി റിലീഫ് ഫണ്ട് എന്നുള്ള നിലയിൽ ഒരു ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കുകയും NDRF-ൽ നിന്ന് തന്നെ, അപ്പോൾ NDRF-ന് മുമ്പ് അത് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ടായിരുന്നു. പിന്നെ അത് NDRF നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്നുള്ള രീതിയിലൊക്കെ മാറി. പക്ഷെ ആ ഫണ്ടിൽ നിന്ന് അഡീഷണൽ അസിസ്റ്റൻസ് കിട്ടാം. പക്ഷെ അഡീഷണൽ അസിസ്റ്റൻസ് കിട്ടുന്നത് അത് പാക്കേജ് ഒന്നുമല്ല. പാക്കേജ് പ്രഖ്യാപിക്കണം, അതൊന്നും നടപ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. ഭാവിയിൽ നിയമം മാറ്റിയതെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ നിലവിലെ നിയമം അനുസരിച്ച് അത് പറ്റില്ല. അപ്പോൾ എന്താ അഡീഷണൽ അസിസ്റ്റൻസ് ആണ്. അഡീഷണൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിവേദനം കൊടുക്കുന്നു, ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു. അതും കൂടി പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഹോം സെക്രട്ടറിയും ബന്ധപ്പെട്ട 2-3 വകുപ്പിലെ സെക്രട്ടറിമാരും എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, വാട്ടർ, ഇങ്ങനെ 3-4 വകുപ്പിലെ സെക്രട്ടറിമാരെല്ലാം കൂടെ ആലോചിച്ചിട്ട് അവരെ മിനിസ്ട്രിയിലെ ആളുകളെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് അയക്കും. അവർ റിപ്പോർട്ട് തയ്യാറാക്കി നേരെ കൊണ്ടുവന്ന് ഈ കമ്മിറ്റി കൊടുക്കും. ഹോം സെക്രട്ടറി ചെയർമാനായിട്ട് കൺവീനറുള്ള കമ്മിറ്റി കൊടുക്കും. അതൊന്ന് പരിശോധിച്ചതിന് ശേഷം അവരതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ നോക്കിയതിന് ശേഷം ഫിനാൻസ് സെക്രട്ടറി കൺവീനറായിട്ടുള്ള കമ്മിറ്റിയിലേക്ക് അത് കൈമാറും. ഫിനാൻസ് സെക്രട്ടറിയുടെ കമ്മിറ്റിയിലുള്ളത് ഫിനാൻസ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, അഗ്രികൾച്ചർ സെക്രട്ടറി. അവരത് നോക്കിക്കൊള്ളാം. സ്റ്റേറ്റിന്റെ SDRF-ൽ കൊണ്ട് ഇത് പറ്റത്തില്ല, അവർക്ക് പണം അധികം വേണം, നമുക്ക് കൊടുക്കാമെന്നൊരു ശുപാർശ വന്നു കഴിഞ്ഞാൽ അത് ഫിനാൻസ് വകുപ്പിലേക്ക് പോവുകയും അത് ക്യാബിനറ്റിലേക്ക് പോയി അത് NDRF-ന്റെ കമ്മിറ്റികൾ, ബന്ധപ്പെട്ട കമ്മിറ്റികൾ എവിടെയൊക്കെയാണ് പോകണം അതെല്ലാം വെച്ച് ചെയ്തിട്ട് കൊടുക്കും. പക്ഷെ വൺസ് SDRF-ൽ നിന്നൊക്കെ ഫണ്ട് തന്നു കഴിഞ്ഞാൽ കറക്റ്റ് യൂസ് സമയത്ത് കൊടുക്കണം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എങ്കിലേ SDRF-ലും അഡീഷണൽ പൈസ വരികയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ അസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇതിന്റെ പേര് തന്നെ അഡീഷണൽ അസിസ്റ്റൻസ് ആണ്. അധികമായിട്ടുള്ള ധനസഹായം എന്നാണ്, സഹായം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഒരു പാക്കേജ് അല്ലെങ്കിൽ ദുരന്തമായി ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ വളരെ ഗൗരവമായി കൊണ്ടുപോവുകയും ഇവിടെ നിന്ന് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പൈസ മേടിക്കുന്നതിനാവശ്യമായ എല്ലാ പേപ്പർ വർക്കും കറക്റ്റായിട്ട് ചെയ്യും. അതൊരു നിവേദനം കൊണ്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഏതെങ്കിലും മന്ത്രി അവിടെ പോയൊരു നിവേദനാർക്കൽ കൊടുത്തതുകൊണ്ടോ മാത്രം അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ തീരുന്നതല്ല. അത് ചായ കുടിച്ച് പിരിഞ്ഞാൽ പരിപ്പം കഴിച്ച് പിരിയാം, അതുകൊണ്ട് നടക്കത്തില്ല. അല്ലാതെ പേപ്പർ വർക്ക് ഉണ്ട് ഇതിനകത്ത്. അത് ഫിനാൻസ് വിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ, അത് ഏത് വകുപ്പായാലും കേരളത്തിലായാലും ഫിനാൻസ് വിങ്ങിലോട്ട് പേപ്പർ ചെല്ലുമ്പോൾ അവർ തോണ്ടി പറക്കിയെടുക്കും. എന്താണ് പഴയത്, എത്ര പൈസ അനുവദിച്ചു, ആ പണം ചിലവാക്കിയിട്ടുണ്ടോ, ഏത് ഘട്ടത്തിൽ പൈസ കിടക്കുന്നു, ബാലൻസ് പൈസ എത്ര, അതിൻ്റെ യൂസ് തന്നിട്ടുണ്ടോ, റിപ്പോർട്ട് തന്നിട്ടുണ്ടോ, അതെല്ലാം കറക്റ്റ് ആണോ, അത് AG അല്ല നമ്മുടെ ആഡിറ്റ് ചെയ്തതാണോ, AG ആഡിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ AG ആഡിറ്റ് ചെയ്തതാണോ, ആരത്, അത് വളരെ കൃത്യമായി നോക്കും. ആ ഡോക്യുമെന്റുകൾ നോക്കിയിട്ടാണ് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് അലോട്ട് ചെയ്യുന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആയ ഒരു പ്രോസസ്സ് തന്നെയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റുമായി നല്ല ലൈസണിങ് എന്ന് പറഞ്ഞാൽ വേറെ സൗഹൃദമല്ല, ഉദ്യോഗസ്ഥ തലത്തിലും പൊളിറ്റിക്കൽ തലത്തിലും ഒക്കെ നല്ല ലൈസണിങ് ചെയ്യുകയും നമ്മൾ അഡീഷണൽ അസിസ്റ്റൻസിന് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുകയും അവിടെ നിന്ന് കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഒക്കെ നടത്തണം. എത്രയാണ് തുക വേണം, PDNA എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് നടത്തി അഡീഷണൽ ആയിട്ട് അസിസ്റ്റൻസ് തരാനുള്ള കമ്മിറ്റിക്ക് കൂടി ആ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അഡീഷണൽ അസിസ്റ്റൻസ് കിട്ടാനുള്ള യോഗ്യതയുണ്ട്, അർഹതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയൊക്കെ വീടിന് വെക്കാൻ പറ്റുള്ളൂ. 75,000 രൂപയോ മറ്റ് പല ഘടകങ്ങൾക്കുള്ള അത് പോരാ കേരളത്തിൽ, അത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടായപ്പോൾ ഒരു സുനാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്ലോണോ ഒരു ഫ്ലഡോ ഒക്കെ ഉണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കൂടെ വന്നതുകൊണ്ട് വലിയ തോതിലാണ് നമ്മുടെ ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നത്. കോസ്റ്റൽ എടുത്താലും ഹില്ലാൻഡ് എടുത്താലും മലയോരം എടുത്താലും എവിടെ എടുത്താലും വലിയ പ്രതിസന്ധിയാണ് വരുന്നത്. അതുകൊണ്ട് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ പരിഷ്കരിക്കണം. അത് പാർലമെന്റിലെ സമ്മേളനം വരികാൻ പോവുകയാണ്. ആ സമ്മേളനത്തിൽ കേരളത്തിലെ MP-മാർ 20 പേരുണ്ട്. അവർ പ്രമേയമായും അവർ പാർലമെന്റിൽ അത് ചർച്ചയ്ക്ക് കൊണ്ടുവരണം. ചോദ്യോത്തര പരിപാടി നടത്തിയാൽ പോരാ, ഈ വിഷയം അവിടെ അവതരിപ്പിക്കണം. ഇത് 2005 ആക്ട് നമുക്ക് പുനഃക്രമീകരിക്കണം. അതിനകത്ത് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കണം. അതിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ 100 പേര് മരിച്ചുപോയി ഒരു ഡിസാസ്റ്ററിൽ, അല്ലെങ്കിൽ 150 പേര് മരിച്ചു, മരണത്തിന്റെ സംഖ്യയും എത്ര സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ സംഖ്യ ഒരു പ്രാഥമിക കണക്കെടുത്താൽ അത് വേണമെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 കാര്യങ്ങളെ സാമ്പത്തികമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കാം, അസിസ്റ്റൻസുമായി ബന്ധിപ്പിക്കുക. അങ്ങനെ ഒരു ക്ലിയർ പ്രോട്ടോകോൾ അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകട്ടെ. ഇത് ഒരു സ്റ്റേറ്റിന്റെയും ദാനം, സെൻട്രൽ കൊടുക്കുന്ന ദാനമായിട്ട് സ്റ്റേറ്റ് കാണണ്ട, അങ്ങനെ സെൻട്രലും കാണണ്ട. ഇതൊരു അസിസ്റ്റൻസ് ആണ്, ഒരു അവകാശമാണ്, ജനങ്ങളുടെ ഒരു അവകാശമാണ്. അതെല്ലാവരും കൂടെ ടാക്സ് കൊണ്ടാണ് രാജ്യം പോകുന്നത്. അപ്പോൾ അതൊരു അവകാശമാണ്. തീർച്ചയായിട്ടും കേരളം ഈ ബഹളവും ഹർത്താലും ഒക്കെ അത് രാഷ്ട്രീയമായിട്ട് ഒരു വശത്ത് നടക്കട്ടെ, അതിനകത്ത് വേണോ വേണ്ടെന്നുള്ള അഭിപ്രായം പറയാൻ ഞാനാണില്ല. പക്ഷെ ടെക്നിക്കലായി നമുക്ക് കിട്ടേണ്ട പണം, അഡീഷണൽ അസിസ്റ്റൻസ് പണം എഴുതി വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിക്കുക. അത് പേപ്പർ വർക്കിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ, പുറത്തുള്ള വർക്കിലൂടെ പണം കിട്ടുകയില്ല. ആ പേപ്പർ വർക്ക് നടക്കട്ടെ. അതിനുള്ള നെഗോഷിയേഷൻ പല രൂപത്തിൽ നടക്കണം. ഒരു ചർച്ച, ഡിസ്കഷൻ, ഒരു ബൈലാറ്ററൽ ഡിസ്കഷൻ നടക്കണം. അതെന്തൊക്കെയെന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ തലത്തിലും സെക്രട്ടറിമാരുടെ തലത്തിലും തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർ അടുത്ത തലങ്ങളിലും, അങ്ങനെ വിവിധ തലങ്ങളിൽ ഡൽഹിയുമായി ഒരു നല്ല റിലേഷനിൽ ചർച്ചയിലൂടെ നമുക്ക് മാക്സിമം അഡീഷണൽ അസിസ്റ്റൻസ് കൊണ്ടുവരണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ജനങ്ങൾ ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട്. 500 കോടിയിൽ തന്നെ ഇവിടെ CM-ന്റെ ഫണ്ടിൽ 500 കോടി രൂപ ഇതിനു വേണ്ടി മാത്രം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏതിനു വേണ്ടിയിട്ട്, വയനാടിന് വേണ്ടി മാത്രം 500 കോടിയുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സംഭാവന കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം അടിയന്തരമായിട്ട് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതും കളക്ട് ചെയ്ത് ഈ കിടക്കുന്ന 500 കോടിയും SDRF ഇപ്പോൾ കിടക്കുന്ന പൈസയും എടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. സൈമിൾട്ടേനിയസ്ലി അവരോട് തീർച്ചയായിട്ടും സെൻട്രലിനോട് ഒന്നുകിൽ അഡ്വാൻസ് ആയിട്ട് കുറേ പൈസ കൂടുതൽ തരാൻ പറയുക, അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് നടക്കുന്ന സമയത്ത് പണം തരാൻ പറയുക. ഇത് യുദ്ധത്തിലൂടെ തീരേണ്ട വിഷയമല്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റും സെൻട്രലുമായി നടക്കേണ്ട ഒരു നെഗോഷിയേഷൻ, ഡയലോഗിൽ തീരേണ്ട വിഷയങ്ങളാണ്. അതിനാവശ്യമായ പേപ്പർ വർക്കാണ് പ്രധാനം. അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയൊക്കെ DMA-യുടെയൊക്കെ ചുമതല. ആ പ്രോസസ്സ് നടക്കട്ടെ. അങ്ങനെ നമുക്ക് പരമാവധി അഡീഷണൽ അസിസ്റ്റൻസ് ഡൽഹിയിൽ നിന്ന് മേടിക്കാം, പബ്ലിക്കിൽ നിന്നുള്ള പണവും സ്വീകരിക്കാം, സ്പോൺസറിങ്ങും സ്വീകരിക്കാം, പിന്നെ സംഭാവന ഡൊണേഷൻ സ്വീകരിക്കാം, CMDRF-ലെ ഫണ്ട് എടുക്കാം. അങ്ങനെ മനോഹരമായ ടൗൺഷിപ്പുകളും വളരെ മനോഹരമായ ഒരു വയനാടിന്റെ പുനരധിവാസം നടക്കട്ടെ. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ, ദുരന്തം ഉണ്ടായപ്പോൾ പറഞ്ഞതുപോലെ ഇത് ലോക മാതൃകയായി മാറട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത് ഇന്നത്തെ നിലയിൽ പോയാൽ ലോക മാതൃക പോയിട്ട് ഒരു പഞ്ചായത്ത് മാതൃക പോലും ഉണ്ടാകാൻ പോകുന്നില്ല. ഗ്രാമപഞ്ചായത്തിനെ ഈ UDF ആയതുകൊണ്ട് ജില്ലാതല സമിതിയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. UDF പഞ്ചായത്ത് ഭരിക്കുന്നതുകൊണ്ട് അവരെയും ഉൾപ്പെടുത്തണം. നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് പൊളിറ്റിക്സ് പറയുമ്പോൾ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഗ്രാമപഞ്ചായത്തും തമ്മിൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അതും കൂടി മാറ്റുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്തിനെയും ഈ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കൃത്യമായൊരു മിഷൻ അവിടെ തുടങ്ങണം, ഒരു റീഹാബിലിറ്റേഷൻ മിഷൻ തുടങ്ങണം. ആ മിഷനിൽ ഒരു ഫുൾ ടൈം IAS ഓഫീസറെയും ബാക്കി സന്നാഹങ്ങളെയും ഡെപ്യൂട്ടേഷനിലും വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒക്കെ കോൺട്രാക്റ്റിലും ഒക്കെ കുറച്ച് പേരെ കൊണ്ടുവന്ന്, സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയനാട് പദ്ധതി വളരെ മനോഹരമായിരിക്കും. അത് വെറുതെ അതിനകത്ത് പാക്കേജാണ്, നാഷണൽ ഡിസാസ്റ്റർ ആണ്, ദേശീയ ദുരന്തമാണ്, ലെവൽ 3 ആണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അറ്റൻഷൻ തിരിക്കാതിരിക്കുക. നിലവിലുള്ള നിയമം എന്താണോ അതിനകത്ത് നിന്ന് പരമാവധി പൈസ വാങ്ങാൻ ശ്രമിക്കുക. അഡീഷണൽ അസിസ്റ്റൻസ് വാങ്ങണമെങ്കിൽ അതിനുള്ള പ്രോസസ്സ്, ഡ്യൂ കോഴ്സിലുള്ള പ്രോസസ്സ് ചെയ്ത് പണം വാങ്ങാൻ ശ്രമിക്കുക. നിയമത്തിനോ ആക്ടിലോ പോളിസിയിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീണ്ടും പാർലമെന്റിൽ ചർച്ച ചെയ്ത് അതിനാവശ്യമായ നടപടികളും കൂട്ടിച്ചേർക്കലുകളും
നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഒരു ജനത എന്നുള്ള നിലയിലും ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. വിവാദങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. അത് വേറെ പൊളിറ്റിക്കലായിട്ട് പത്രങ്ങൾക്ക് ചെറിയ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് വാർത്തയ്ക്ക് കോളം കിട്ടും, അല്ലെങ്കിൽ പിന്നെ ബ്രേക്കിംഗ് ന്യൂസായി പറയാം എന്നുള്ളതിനപ്പുറം മറ്റൊരു പ്രാധാന്യം അതിനില്ല. ഇങ്ങനെയൊക്കെ ചെയ്യലാണ്, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യലാണ് സ്റ്റേറ്റിനും നല്ലത്, ജനങ്ങൾക്കും ഗുണകരമാകുന്നത്.